ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിൻക്രണസ് ഫംഗ്ഷനും സിൻക്രണസ് ഫംഗ്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എല്ലാം സിൻക്രണസ് ആണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ദറ്റ് I is equal to 0, I less than 10, I പ്ലസ് പ്ലസ്. ഇവിടെ ജസ്റ്റ് ഈ കൗണ്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഫസ്റ്റ് എന്നൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എന്ന് കൊടുത്തിട്ട് I പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യുന്നു. സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ എന്നിട്ട് താഴെ പേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പേര് ഞാൻ സെക്കൻഡ് എന്നാക്കുന്നു. ഇവിടെ സെക്കൻഡ് എന്ന് കൊടുക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഫസ്റ്റ് കോൾ ചെയ്യുന്നു, സെക്കൻഡ് കോൾ ചെയ്യുന്നു. ഇത് ഞാനിപ്പോൾ റൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് 0 തൊട്ട് 9 വരെ പ്രിൻ്റ് ചെയ്ത ശേഷമാണ് സെക്കൻഡിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് 0 തൊട്ട് 9 വരെ അത് പ്രിൻ്റ് ചെയ്ത്. ഇതിനിടയ്ക്ക് സമയമുണ്ട് അടുത്തൂടെ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ സിൻക്രണസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മെയിൻ എക്സിക്യൂഷൻ ത്രെഡിനെ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റ് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. രണ്ടും ഒരേപടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും ഒരേപോലെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ അസിങ്ക് അങ്ങ് ആക്കിയാൽ മതി. അസിങ്ക് ഫംഗ്ഷന് അസിൻക്രണസ് ഫംഗ്ഷൻ ആക്കുക. ഇവിടെ ഒരു അവൈറ്റ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ അസിങ്ക് കീവേഡ് കൊടുക്കുക, അസിൻക്രണസ് ഫംഗ്ഷൻ ആക്കാൻ. ഇവിടെ ഒരു അവൈറ്റ് കീവേഡ് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ വ്യത്യാസം കാണാം. രണ്ടും ഒരേപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാം. റൺ ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക ഔട്ട്പുട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സെക്കൻഡ് ഇടകലർന്ന് പ്രിൻ്റ് ചെയ്താണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ സിൻക്രണസും അസിൻക്രണസും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.